എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നൂലപ്പമാണ്. ഈ ഒരു നൂലപ്പം അഥവാ ഇടിയപ്പം നമ്മുടെ വീട്ടിൽ നിത്യവും തയ്യാറാക്കുന്ന വെളുത്ത കളറിൽ നിന്നും ഒരു ഡിഫറൻ്റ് ആയിട്ട് 2 കളർ ഇടിയപ്പമായിട്ടാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അമ്മമാരായ നാം എല്ലാവരും എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കൾക്ക് എന്തുണ്ടാക്കി കൊടുത്താലും വേണ്ട വേണ്ട എന്നാണ് പറയാറ്. നിത്യവും തയ്യാറാക്കി കൊടുക്കുന്ന ഇടിയപ്പത്തിൻ്റെ കളറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ ആ വേണ്ട വേണ്ട എന്ന് പറയുന്ന ശൈലി മാറ്റിയിട്ട് വേണം വേണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള കളറൊന്നും തന്നെ ചേർക്കാതെ നിത്യവും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാനിന്ന് ഈ ഒരു നൂലപ്പം തേങ്ങാപ്പാൽ ചേർത്താണ് കഴിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാനായിട്ട് വളരെ സ്വാദാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ വയറ് നിറയെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് നല്ലൊരു നൂലപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ ബീട്രൂട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ച് മാറ്റാം. ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ്. നമുക്ക് 1 കപ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞു കൂടി എടുക്കാം. ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നതിനായിട്ട് അരിപ്പയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ക്യാരറ്റ് ജ്യൂസ് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ബീട്രൂട്ടും ഇതുപോലെ തന്നെ അരച്ച് ജ്യൂസ് പിഴിഞ്ഞു വെക്കാം. ബീട്രൂട്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കും ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചതിന് ശേഷം 1/2 കപ്പും കൂടെ ഒഴിച്ചിട്ട് വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. ബീട്രൂട്ട് അരച്ചെടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ച് അരച്ച് മാറ്റാം. അങ്ങനെ ബീട്രൂട്ട് ജ്യൂസും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ തുടങ്ങാം. പാനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര സ്പൂണോളം നെയ്യ് കൂടെ ചേർക്കാം. ഇടിയപ്പത്തിനൊരു മാർദ്ദവം കിട്ടാനും പ്രത്യേക ടേസ്റ്റ് കിട്ടാനും ആയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വറുത്ത അരിപ്പൊടിയാണിത്, നൈസ് പത്തിരിപ്പൊടി. ഇനി വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടി ഇവിടെ ഞാനൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടി ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാം. ഇതേ ഒരു പാകത്തിനാണ് നമ്മുടെ പൊടി നമ്മൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് കൈകൊണ്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും നേരത്തെ ചെയ്ത പോലെ ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ. പിന്നെ നിങ്ങളെടുക്കുന്ന പൊടിയുടെ അളവനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ പോരായ്മ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. പൊടി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പൊടി നല്ല പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ.
അപ്പോഴാണ് പൊടി നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൽ കുഴച്ച് വെച്ചെടുത്ത പൊടിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഞാനിത് കൈകൊണ്ട് മയത്തിലൊന്ന് കുഴച്ചെടുക്കുവാണ്. അങ്ങനെ ഞാൻ ഇതേ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ബീറ്റ്റൂട്ട് ജ്യൂസിൽ കുഴച്ചെടുത്ത പൊടിയൊന്ന് ഇതുപോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. ഈ പൊടിയും ഞാനിവിടെ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കരണ്ട് പോയിട്ടോ, അതാണ് ഇങ്ങനെ ഇരുട്ടും കുത്തി കിടക്കുന്നത്. ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർത്തിട്ടുള്ള പൊടി ഞാനിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇടിയപ്പം പരത്താനുള്ള വാഴയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കിയിട്ടൊന്ന് മാറ്റാം. 4 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി തുടങ്ങാം. അതുപോലെ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. ആദ്യ ലെയർ ഇടിയപ്പം ഇവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ കറക്കിയെടുക്കാം. അങ്ങനെ പിങ്ക് ഇടിയപ്പം ഞാനിവിടെ എല്ലാം കറക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ 5 എണ്ണമാണ് 1 കപ്പ് പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇടിയപ്പത്തിൻ്റെ മേലെയായിട്ട് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം വെച്ച് ഇടിയപ്പം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതും കറക്കിയെടുക്കാം. അങ്ങനെ എല്ലാ ക്യാരറ്റ് ഇടിയപ്പവും ഞാനിവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലയിൽ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് ഇടിയപ്പം വെന്തതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇടിയപ്പവും വേവിച്ചെടുക്കാം. ആവി പാത്രത്തിൽ നിന്നും താഴേക്ക് ഇറക്കി വെക്കാം. ഇനി വെന്ത് വന്നിട്ടുള്ള ഇടിയപ്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ക്യാരറ്റ് ഇടിയപ്പം വേവിക്കാൻ വെച്ചുകൊടുക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ 2 കളർ ഇടിയപ്പവും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ണിന് കാണാൻ മനോഹരവും കഴിക്കാൻ വളരെ ഹെൽത്തിയുമായിട്ടുള്ള തനി നാടൻ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.